പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അബിയുടെ കയ്യിലിരിക്കുന്ന സ്വർണ്ണമോതിരം നവിക്ക് കൊടുക്കുന്നുണ്ട്. നവിക്ക് ഒരുപാട് സന്തോഷമാവട്ടെ. എടാ, നീ എനിക്കൊരു ചോക്ലേറ്റ് വാങ്ങി തന്നാലും മതിയായിരുന്നു, എനിക്ക് ഒരുപാട് സന്തോഷമാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, നാളെ കൊണ്ടു തന്നാലും മതിയായിരുന്നു, വിഷു ആയിട്ട് എനിക്ക് സമ്മാനം മതിയായിരുന്നു, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, നീ എന്തിനാ പേടിക്കണേ, ഞാൻ നാളെയും വരാമെന്ന് പറഞ്ഞു. നാളെ നീ ശരിക്കും വരുമെന്ന് ചോദിക്കും. അവൻ ഉറപ്പ് പറയില്ല, കാരണം അമ്മയ്ക്ക് ഇത്തിരി ദേഷ്യമുണ്ട്. നിൻ്റെ അടുത്തേക്ക് എപ്പോഴും വരുന്നതിന് എന്നെ വിമർശിക്കുന്നുണ്ട്. ഇതാ കുഴപ്പം, അമ്മയ്ക്ക് എന്താ കുഴപ്പം? അമ്മ എന്തിനാ അങ്ങനെയൊക്കെ ആവശ്യമാണ് പറയുന്നത്? സ്വന്തം ഭാര്യയുടെ അടുത്തേക്കല്ലേ വരുന്നത്. അത് നീ പറയണ്ട, ആദർശേട്ടൻ നിങ്ങളുടെ എപ്പോഴും വരുന്നതിന് ആദർശേട്ടൻ എന്തൊക്കെ അമ്മായി പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ, ഏയ് അങ്ങനെ പറയാനൊന്നും വഴിയില്ല, ഇപ്പം അവരുടെ മനസ്സിൽ ചെറിയൊരു സ്നേഹമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് നിനക്ക് തോന്നുന്നതാണ്, നല്ല ദേഷ്യമൊക്കെ ഉണ്ടെന്ന് പറയും. അത് പോട്ടെ, കഴിഞ്ഞ തവണ വന്നപ്പോൾ നീ ജ്യൂസ് മാത്രം കുടിച്ചോളൂ, ഇത്തവണ നിനക്ക് ഞാൻ ഭക്ഷണമൊക്കെ തരാം, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ നമുക്ക് രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ശരി സമ്മതിച്ച് നവ്യ ഭക്ഷണമൊക്കെ വിളമ്പി വയ്ക്കാൻ പോകുമ്പോൾ ഇങ്ങനെ അഭി പറയുന്നത്, ഒരു രാക്ഷസി കാരണം ഈ രാക്ഷസിനെ ഞാൻ സ്നേഹിക്കേണ്ടി വരികയാണല്ലോ. ഓഹ് ദൈവമേ, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇവളെങ്കിലും കൂടെ ഉണ്ടാവണം, അതിനാണ് ഇവളെ കൊണ്ട് നടക്കുന്നത്, അതിനാണ് വില പിടിച്ച മോതിരം കൊടുത്തത്, എൻ്റെ കാശ് എന്നൊക്കെ പറഞ്ഞായിട്ട് നമ്മുടെ അഭി നെഞ്ഞത്ത് കൈ വയ്ക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനനെയും അതുപോലെ തന്നെ ദേവയാനിനെയും കാറിലിരുന്നവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ ഇത്തവണ അനാമികയ്ക്കും എന്തെങ്കിലും സമ്മാനം മേടിച്ചു കൊടുത്തോളൂ, അവൾ സന്തോഷിക്കട്ടെ, ഞാനില്ലാത്തത് അവൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല എന്ന് പറയും. അത് അനാമികയ്ക്ക് മാത്രം മതിയോ, മോൾക്കും വേണ്ടേന്ന് പറയും. അമ്മ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വാങ്ങി തരുന്നുണ്ടല്ലോ എന്ന് പറയും. അതൊന്നും പറ്റില്ല, ഞാൻ മോളെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ വിഷയമല്ലേ, മോളും കൂടി അവിടെ വേണ്ടതായിരുന്നു, എന്ത് ചെയ്യാൻ അമ്മേ, നന്ദുവിൻ്റെ ട്രെയിനിങ് കാരണല്ലേ, അല്ലെങ്കിൽ ഞാൻ എവിടെ ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കും. അത് ശരിയാണെന്ന് പറയും. ഇങ്ങനെ കറങ്ങി നടക്കണത് ആദർശേട്ടൻ അവരാരെങ്കിലും കാണുമെന്ന് ചോദിക്കും. ആ, കാണുമെന്നില്ല, എന്തായാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം എന്നും പറഞ്ഞ് അങ്ങനെ ഒരു പർച്ചേസിങ്ങിനൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വരും. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിനെയും മുത്തശ്ശി പറയുന്നുണ്ട്, ഇദ്ദേഹം വഴക്ക് പറഞ്ഞത് കൊണ്ടെന്ന് തോന്നുന്നുണ്ട്, അപ്പം ഇപ്പം ഇടയ്ക്ക് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് നവ്യമോളെ കാണാൻ, മാറ്റം ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്നെത്തിരി ഭയം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഇല്ലെങ്കിൽ അവൻ്റെ കഷ്ടകാലമാണെന്നും പറയുന്നുണ്ട്. ആ സമയത്ത് അതാ വരുന്നുണ്ടല്ലോ നമ്മുടെ മൂത്ത മരുമോളെന്ന് പറയും. മോൾ എവിടെ പോയിരിക്കുന്നു, അമ്പലത്തിൽ പോയിട്ട് ഇത്ര നേരം എന്ന് ചോദിക്കും. അപ്പം മുത്തശ്ശൻ പറയും, കണ്ടാൽ അറിഞ്ഞൂടെ, കയ്യിലെ കവറ് കണ്ടാലെന്ന് പറയും. അതെ, പർച്ചേസിങ്ങിന് പോയതെന്ന് പറയും. എന്നിട്ട് അച്ഛനുള്ളതും അമ്മയ്ക്കുള്ളതും അങ്ങനെ ഓരോരുത്തരുടെ ഡ്രസ്സുകൾ കൊടുക്കുമ്പോൾ ഇത് എന്തിനാ മോളെ ഇങ്ങനെ കാശ് കളയുന്നതെന്ന് ചോദിക്കും. അത് സാരമില്ല, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, നിൻ്റെ മരുമോൾക്ക് വാങ്ങിയോന്ന് ചോദിക്കും. ഞാനെന്തിനാ അവൾക്ക് വാങ്ങണത്, അവൾക്ക് ആദർശ് വാങ്ങിക്കൊടുക്കൂലേ, അത് മാത്രമല്ല അവൾക്ക് സ്വന്തമായി വാങ്ങാനുള്ള ശേഷിയും ഉണ്ട്, ആദർശിൻ്റെ അച്ഛനും ഇളയച്ചനും ഒക്കെ അവൾക്ക് വാങ്ങിക്കൊടുക്കും, ഞാൻ വാങ്ങേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയും, മറ്റാര് വാങ്ങിക്കൊടുക്കണേക്കാളും മോൾക്ക് സന്തോഷം നീ വാങ്ങിക്കൊടുക്കണതല്ലേ, നീ എന്താ ഇങ്ങനെ പറയുന്നത് ദേവിയാനി, നീ നിൻ്റെ മരുമോളെ ഒന്ന് സ്നേഹിക്കേണ്ടതെന്ന് പറയും. അതല്ലേ പറഞ്ഞത്, മറ്റുള്ളവർ സ്നേഹിക്കുന്നില്ലേ, നിങ്ങളടക്കം എല്ലാവരും അവൾക്ക് ഓരോന്ന് വാങ്ങിക്കൊടുക്കുന്നു, സമ്മാനം കൊടുക്കുന്നുണ്ട്, പിന്നെ എൻ്റെ വക എന്തിനാന്ന് പറയും. അതെ, അവൾക്ക് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അവളുടെ നന്മ തിരിച്ചറിയണം, അവൾ കാരണം ഇപ്പോൾ ജ്വല്ലറിയിൽ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് ശരിയാണ്, അതുകൊണ്ടാണല്ലോ അവൾക്കും അവളുടെ കയ്യിൽ വരുമാനം ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഇങ്ങനെ നമ്മുടെ ദേവയാനി മനസ്സിൽ പറയുന്നുണ്ട്, എനിക്കറിയാച്ചാ അവളുടെ ഗുണങ്ങളൊക്കെ, അതുകൊണ്ട് എൻ്റെ മോൾക്ക് വേണ്ടതെല്ലാം ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ എന്നിട്ട് അത് പിന്നെ മനസ്സിൽ അത് മാറ്റിയിട്ട് പറയുന്നുണ്ട്, അഹങ്കാരിയായ അവൾക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഞാൻ വാങ്ങിക്കൊടുക്കുന്നില്ല, മതി, കൂടുതലൊന്നും പറയണ്ട, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മൾ തെറ്റും എന്ന് മുത്തശ്ശൻ പറയും. അതിന് അതിൻ്റെ ശരിയെന്ന് പറഞ്ഞ് ദേവയാനി അകത്തേക്ക് പോകും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നയനമോളാണ് കരൾ കൊടുത്തതെന്ന് പറയാറായി ദേവയാനിയോട് ഇട്ടാ, അല്ലെങ്കിൽ ആ ഇഷ്ടക്കുറവ് മനസ്സിൽ വെച്ച് ഇങ്ങനെ കൂടി കൂടി വരുന്ന ഉറപ്പാ, വരട്ടെ, എവിടം വരെയും പോകും എന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നവ്യനോട് നമ്മുടെ കനക പറയുന്നുണ്ട്, മോളെ അഭിനെ മാറ്റം വിശ്വസിക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ, മുഴുവനായിട്ടാണ് വിശ്വസിക്കേണ്ട അമ്മേ, അവൻ്റെ എന്നെ പഠിപ്പിച്ച അനുഭവമൊക്കെ അതാണ്, അതുകൊണ്ട് കുറച്ച് വിശ്വസിച്ചാൽ മതി എന്ന് പറയും. ദേ നയന എത്തിയെന്ന് പറയും. ഒരുപാട് കവറുകളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ഓരോരുത്തർക്കുള്ള ഡ്രസ്സൊക്കെ കൊടുത്തപ്പോൾ എന്ത് ഭംഗിയുള്ള സാരികളൊക്കെ ഇനി എല്ലാവർക്കും നിൻ്റെ അമ്മായിമ്മ അതൊക്കെ വാങ്ങി തന്നത്, ഇത് ആദർശം ഇങ്ങനത്തെ ഒക്കെ വാങ്ങി തന്നതല്ലേ, പിന്നെ മോളെന്തിനാ പൈസ ചിലവാക്കിച്ചത്, ഞാൻ എന്ത് ചെയ്യാൻ അമ്മേ, പറഞ്ഞിട്ട് കേൾക്കണ്ടേ, ബില്ല് കണ്ടപ്പോൾ തന്നെ കണ്ണ് തള്ളിപ്പോയി, ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞിട്ട് സമ്മതിച്ചില്ല, നന്ദുവിനും അച്ഛനും എല്ലാവർക്കും ഉള്ളതുണ്ടെന്ന് പറയും. എന്നാലും മോൾ അവിടെ ഇല്ലാത്തത് അവർക്ക് വിഷമം ഉണ്ടാവില്ലെന്ന് വെച്ചപ്പോൾ, ആ വിഷമമൊക്കെ ഉണ്ടാവും, അത് സാരില്ല, നന്ദു പോണത് കൊണ്ടല്ലേ, പിന്നെ അനാമികയ്ക്ക് സന്തോഷമാവട്ടെ, ഞാനില്ലാത്തതിന് അവൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം, അപ്പോൾ ഈ വിഷു അവൾ നന്നായി ആഘോഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കണിയൊരുക്കാനുള്ള തയ്യാറെടുപ്പാണ് അവിടെ. അതേസമയം തന്നെ അനീനെ കാണിക്കുന്നത്, അനിയും നന്ദുവിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കണില്ല. അങ്ങനെ അനി കൂട്ടുകാരന്മാരും ആയിട്ട് അവർ ഒത്തുകൂടുന്ന സ്ഥലത്തെത്തിയിട്ട്, എടാ നന്ദു ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് വെച്ചപ്പോൾ, ഞങ്ങൾ വിളിച്ചില്ല, നീ വിളിക്കുമ്പോൾ അവൾ വരുമല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ
വിളിക്കാണ്ടിരുന്നത്. അവൾക്കൊരു കമ്പി പാർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി നിൽക്കുകയായിരുന്നു. എന്നാൽ പിന്നെ നിങ്ങളിപ്പോൾ ഒന്ന് വിളിക്കാവോ, ഞാൻ വിളിച്ചിട്ട് എടുക്കില്ല എന്നറിയും. അങ്ങനെ അവർ രാകേഷ് വിളിക്കും. അപ്പോൾ നന്ദുവിന് ഫോൺ എടുക്കാതിരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്, എടാ നീ എന്താ വിളിച്ചതെന്ന് ചോദിക്കും. നീ എന്താ ഇനി വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞെന്ന് ചോദിക്കും. എനിക്ക് ഫോൺ എടുക്കാൻ തോന്നിയില്ല എന്ന് പറയും. അത് എന്താടി അങ്ങനെ, നീ വരാമെന്ന് പറഞ്ഞതല്ലേ, നീ വരുന്നില്ലേന്ന് ചോദിക്കും. ഞാൻ വരുന്നില്ല, എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറയും. അതെന്താ നീ അങ്ങനെ പറയുന്നത്, നീ വരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ എല്ലാം റെഡിയാക്കി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി തന്നെ, എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നന്ദു ഫോൺ വയ്ക്കും. വല്ലാത്ത വിഷമത്തോടെയാണ് നന്ദു ഫോൺ വയ്ക്കുന്നത്. അപ്പോൾ എനിക്കും ആകെ ടെൻഷനാവും. അപ്പോൾ അതിന് പറയുന്നുണ്ട്, ആരും അവളെ ഉപദേശിച്ചിട്ടുണ്ട് കാര്യമായിട്ട്, ഇനി എന്ത് ചെയ്യും, അവളിന്ന് ഇങ്ങോട്ട് വരണം, അവളിവിടെ വരുത്തണം, എനിക്ക് ഇന്ന് അവളെ കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവളെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ, ട്രെയിനിങ്ങിന് പോയാൽ അവിടെ ചെന്ന് നിനക്ക് കണ്ടുകൂടെ എന്ന് ചോദിക്കും. അതെന്ത് കാണലാണ്, അവിടെ ചെന്നാലൊന്നും ശരിക്കും കാണാൻ പറ്റില്ല, എനിക്ക് ഇന്ന് എന്തായാലും അവളെ കാണണം, അല്ലെങ്കിൽ ഞാൻ മദ്യപിക്കും, നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്ക് ഇത്തിരി മദ്യം സംഘടിപ്പിച്ചതായെന്ന് പറയും. വേണ്ട മദ്യമൊന്നും നീ കഴിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ അവളെ പോയി വിളിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ്, ഇന്ന് നിങ്ങൾ അവളെ കൊണ്ടുവരുമെന്ന് ചോദിക്കും. എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ നോക്കാം, അല്ലെങ്കിൽ തന്നെ അവളെ ചീത്തയാക്കണത് ഞങ്ങളാണെന്നാണ് അവളെ അമ്മ പറയുന്നത്, അങ്ങനെ അവൾ ചീത്തയാവുമോ എന്നൊക്കെ അതിന് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നോക്കാം അവളെ പോയി കൊണ്ടുവരാൻ നോക്കാം, നീ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും നിൽക്കണ്ട, നീ ഇങ്ങനെ വിഷുവായിട്ട് കുടിച്ചൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു തറവാടല്ലേടാ നിൻ്റെ, അവർക്ക് ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ? അവർ അംഗീകരിക്കട്ടെ, അവരെല്ലാവരും കൂടിയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയെന്ന് പറയും. നന്ദുവിനെ നിനക്ക് ഇഷ്ടമുള്ള കാര്യം നിനക്ക് ആദർശേട്ടനോടെങ്കിലും പറയായിരുന്നില്ലേടാ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയും. നന്ദുവിൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ അറിയായിരുന്നില്ലേ എന്ന് അനി ചോദിക്കുമ്പോൾ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ രണ്ട് പെൺമക്കളും അവിടേക്ക് പോയിട്ട് അവരനുഭവിക്കുന്ന വിഷമം ബുദ്ധിമുട്ടും മൂന്നാമതൊരാൾ കൂടെ അനുഭവിക്കാൻ അവർ സമ്മതിക്കുമോ? അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് കൂട്ടുകാരന്മാരും പറയും. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ കഴിഞ്ഞു പോയതും പറഞ്ഞിട്ട് കാര്യമില്ല, നിൻ്റെ ഭാര്യ നിന്നെ സ്നേഹിക്കാത്തടത്തോളം, നീ അവളെ സ്നേഹിക്കാത്തടത്തോളം നീ നന്ദുവിനെ സ്നേഹിക്കുന്നത് തന്നെയാണ് നല്ലത്, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം, നോക്കട്ടെ എന്നും പറഞ്ഞ് അവർ പോകും. പിന്നെ ദേവയാനിയെ കാണിക്കുന്നത്, ദേവയാനി നമ്മുടെ നയനനെ വിളിക്കുന്നുണ്ട്. മോളെ എങ്ങനെയുണ്ട്, എന്തൊക്കെ ഒരുക്കങ്ങൾ, കണിയൊക്കെ ഒരുക്കിയെന്ന് വെച്ചപ്പോൾ, ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്, അവിടെയോ എന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ അതെ എല്ലാവരും കണി ഒരുക്കേണ്ട തയ്യാറെടുപ്പിലുണ്ടെന്ന് പറയും. എന്നാലും മോളില്ലാത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, നന്ദു പോകുന്നത് കാരണമല്ല അമ്മേ, അല്ലെങ്കിൽ ഞാനുണ്ടാവില്ലേ എന്ന് പറയും. അല്ല മോളെ നിന്നെന്ന് ആദർശ് വിളിച്ചോ എന്ന് ചോദിക്കും. ഇല്ല അമ്മേ, എന്താണെന്ന് അറിയില്ല, ഇന്നത്തെ ദിവസം എന്നെ ഒട്ടും വിളിച്ചിട്ടില്ല എന്ന് പറയും. എന്നാൽ മോൾക്ക് അങ്ങോട്ട് ഒന്ന് വിളിച്ച് നോക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാൻ വിളിച്ച് നോക്കാൻ പോകണം അമ്മയെന്ന് പറയും. ശരി എന്നാൽ മോളെ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു എന്ന് പറഞ്ഞപ്പോൾ, ശരി അമ്മേ, ഹാപ്പി വിഷു എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ വല്ലാത്ത സന്തോഷത്തോടെയാണ് ഫോൺ വയ്ക്കുന്നത്. ഇതേ സമയം തന്നെ വീണ്ടും അനിയുടെ കൂട്ടുകാരന്മാരെയാണ് കാണിക്കുന്നത്. നന്ദുവിനെ വിളിക്കാനായിട്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നന്ദു ആണെങ്കിൽ വല്ലാത്തൊരു വിഷമത്തിൽ ഇങ്ങനെ ചാരിയിരിക്കുന്നു. വിഷു ആയിട്ട് ഒരു സന്തോഷിക്കാൻ പോലും കഴിയുന്നില്ല. ദേവയാനിയുടെയും അതുപോലെ തന്നെ നയനരൊക്കെ ഉപദേശങ്ങൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ കയറി കയറി വന്നിട്ട് ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ ചാരിയിരിക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.